കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ SFI നടത്തുന്ന തെറ്റായ പ്രവർത്തനവും അതിന് ഒത്താശ ചെയ്യുന്ന പോലീസ് നടപടിയും അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. MSF ജില്ലാ പ്രസിഡന്റ് കബീർ മുതുപറമ്പ്, ജില്ലാ കമ്മിറ്റി അംഗം അർഷദ് തറയിട്ടാൽ എന്നിവരെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് അടക്കമുള്ള ഭാരവാഹികളുടെ പേരിലും കള്ളക്കേസുകളെടുത്തു. വധശ്രമമടക്കമുള്ള വകുപ്പുകളാണ് ഇവരുടെ മേൽ ചാർത്തിയിരിക്കുന്നത്. പുലർച്ചെ 3 മണിക്കും 4 മണിക്കുമൊക്കെ ഇവരുടെ വീടുകളിലെത്തി പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. പ്രായം ചെന്ന മാതാപിതാക്കളോട് പോലും പോലീസ് ക്രൂരമായാണ് പെരുമാറുന്നത്. ഇതിൽ നിന്നും പിൻവാങ്ങാൻ പോലീസ് തയ്യാറാകണമെന്നും ഇല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. വിഷയമുന്നയിച്ച് ആദ്യഘട്ടമായി കൊണ്ടോട്ടി, തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷനുകളിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് മാർച്ച് സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ നിമിഷം വരെ പോലീസ് അതിൽ ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരാളെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ ഓരോരുത്തരെയും ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടും അവരുടെ പേര് പറഞ്ഞു കൊടുത്തിട്ടും ഇന്ന് വരെ പോലീസ് അതിന് തുനിയാത്ത പോലീസ് അവർക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുള്ള MSF നേതാക്കളെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുക. MSFന്റെ ജില്ലാ പ്രസിഡന്റ് കബീർ മുതുപറമ്പും ജില്ലാ കമ്മിറ്റി അംഗം അർഷദ് തറയിട്ടാലും ഇപ്പോൾ തിരൂർ സബ് ജയിലിലാണുള്ളത്. സുബഹി നിസ്കരിക്കാൻ വീട്ടിൽ നിന്നിറങ്ങിയ കബീറിനെ അങ്ങാടിയിൽ വെച്ച് ഭീകരവാദിയെ പിടികൂടുന്ന പോലെയാണ് പോലീസ് പിടികൂടിയത്. ഈ അർഷദ് MSFന്റെ ജില്ലാ കമ്മിറ്റി അംഗം, അവരുടെ വീട്ടിൽ പോലീസ് എത്തുന്നത് രാത്രി 3 മണിക്കാണ്. പോലീസ് അവരുടെ വീട് വളഞ്ഞ് ആക്രോശങ്ങൾ നടത്തിയിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പർ റഹീസിന്റെ വീട്ടിൽ ഇന്നലെ പോലീസ് വന്ന സമയം 4 മണിയാണ് പുലർച്ചെ. എന്നിട്ട് വീടിന്റെ പിറകിലെ വാതിൽ പോലീസ് പുറത്തു നിന്ന് പൂട്ടി. മുന്നിലെ വാതിൽ നിന്ന് വന്നിട്ട് പോലീസ് ചവിട്ടി. ശബ്ദങ്ങളും ആക്രോശങ്ങളും കേട്ട് വീട്ടുകാർ വാതിൽ തുറന്നപ്പോൾ ആ വീട്ടുകാരെ തള്ളി മാറ്റി പോലീസ് അകത്ത് കയറി. എന്നിട്ടും പക തീരാത്ത പോലീസ്, പ്രായം ചെന്ന മാതാപിതാക്കൾ അടക്കമുള്ള മനുഷ്യരെ അവർക്ക് എത്രമാത്രം മാനസിക പ്രയാസവും ഭയവും ഈ വിഷയത്തിലുണ്ടാവും. എന്നിട്ടും പക തീരാത്ത പോലീസ് അയൽവാസിയുടെ വീട്ടിൽ പോയി. ഇതൊക്കെ പോകുന്നൊരു സമയം ആലോചിക്കാം. അയൽവാസിയുടെ വീട്ടിൽ പോയി അയൽവാസികളെ വിളിച്ചുണർത്തി, അവരെ ഭീഷണിപ്പെടുത്തി. ഇവരുടെ ബന്ധുക്കളുടെ, ഉമ്മന്റെ വീട്, സഹോദരിയുടെ വീട്, ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ വീടൊക്കെ അന്വേഷിക്കുകയാണ്. ഇപ്പോൾ ഇവർക്ക് MSFന്റെ സംസ്ഥാന പ്രസിഡന്റിനെയും സംസ്ഥാന ഭാരവാഹികളെയും MSFന്റെ ജില്ലയിലെ മുൻനിര ഭാരവാഹികളെയും കിട്ടണം. എന്നാലേ ഈ വേട്ട അവസാനിപ്പിക്കുകയുള്ളൂ എന്നിടത്താണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ വാർത്താ സമ്മേളനം വിളിക്കാനുണ്ടായ കാരണം, മുസ്ലിം യൂത്ത് ലീഗ് ഈ വിഷയത്തെ ഗൗരവത്തിൽ കാണുകയും ഇതിനെതിരായി പോലീസിനെതിരായിട്ട് ഈ വേട്ട തുടരാനാണ് ഭാവമെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങാനും മുസ്ലിം യൂത്ത് ലീഗ് ആലോചിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ, ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ്, ട്രഷറർ ബാബ വിസപ്പടി, സീനിയർ വൈസ് പ്രസിഡന്റ് ഗുലാം ഹസൻ ആലങ്കീർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.